കുറ്റിയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് വന്നതൊരു കേബേജ് വെച്ചിട്ട് കറി ഇട്ടോ. കേബേജ് വെച്ചിട്ടൊരു കറി എളുപ്പത്തിലുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കലുണ്ട് അങ്ങനെ കറി നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വിചാരിച്ചു. ആദ്യം ഒരു ചട്ടിയിൽ വെള്ളവും പരിപ്പും എടുത്തിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ. ഇതാ അവിടെ അടുപ്പത്താവട്ടെ. അപ്പത്തിന് നമുക്ക് തേങ്ങയും അതേപോലെ തന്നെ ചെറിയ ഉള്ളി, ജീരകം, വെളുത്തുള്ളി ഇട്ടാണ്ട് അടിച്ചാട്ടോ, ജാറിലിട്ട് അടിച്ചാട്ടോ. അതാവുമ്പോഴത്തേനും അവിടെ പരിപ്പ് വേഗമാവും. പരിപ്പ് നല്ലോണം വേവണ്ട, ഒരു 100-ൽ ഒരു 60-70% വന്നാലൊക്കെ മതി. പിന്നെ നമ്മളിനി കേബേജൊക്കെ ഇടുമ്പോൾ എപ്പോഴും ആവുന്നല്ലേ, അപ്പോൾ കുറച്ചൊക്കെ ആയിന്നിട്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്താ നമ്മളെ കേബേജ്, പച്ചമുളക്, തക്കാളി, ഉള്ളി, വലിയ ഉള്ളി ഇട്ടാ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താണ്ട് ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് പിന്നെ ഉപ്പ് ഇട്ടെടുത്തു കേട്ടോ. ഉപ്പ് നമ്മൾ ആദ്യം പരിപ്പിൽ ഇട്ട് കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പ് ഇട്ട് കൊടുക്കണത് കേട്ടോ. ഉപ്പ് ഇട്ടെടുത്താണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം, നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ചിട്ട് പിന്നെ ഈ നമ്മൾ ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഇട്ടെടുത്തപ്പോൾ ഞാൻ 3 പച്ചമുളക് ഇട്ടത്. അപ്പോൾ വെള്ളം കമ്മിയില്ല പോലെ തോന്നി. അപ്പോൾ കുറച്ചുകൂടി വെള്ളം പാർന്നു കേട്ടോ. വെള്ളം നമുക്ക് നമ്മളെ മട്ടത്തിൽ നമുക്ക് വെള്ളം പാരട്ടോ. നല്ല കുറുങ്ങനായിട്ടാണെങ്കിൽ കുറച്ചൊക്കെ വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം വെള്ളം വേണമെന്ന്. അപ്പോൾ വെള്ളം കമ്മിയായപ്പോൾ കുറച്ച് വെള്ളമൊക്കെ പാർന്നു. പിന്നെ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടെടുത്താണ്ട് പിന്നെ ഒന്ന് മൂടി വെച്ചു കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് നമ്മളിതില്ല മുളക് പൊടി ഇട്ടോ. കുറച്ച് ഇട്ടിട്ടുള്ളൂ. അതവിടെ ആവട്ടെ. തീയൊക്കെ കത്തിച്ച് കൊടുത്തു. ഞാൻ പിന്നെ വേറെ പരിപാടിക്ക് വന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നെങ്കിൽ നമ്മളെ കറിയൊക്കെ ആയി. അപ്പം എന്താട്ടി നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് വേഗം ഇതിലേക്ക് പറഞ്ഞു കൊടുട്ടോ. അപ്പോൾ ഒന്ന് തളിച്ച് വരട്ടെ. ഒന്ന് തളിച്ച് വന്നാൽ ഒന്ന് തൂമ്പിച്ച് പോരട്ടെ നമുക്ക്. പിന്നെ വേറെ ചട്ടി എടുത്താണ്ട് കടുകും കരിവേപ്പിൻ്റെ ഇലയും തൂമ്പിച്ചാണ്ട് ഇതിലേക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ വേഗം എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകൊക്കെ തുമ്പിച്ചാണ്ടെങ്കിൽ എടുക്കട്ടെ. എന്നിട്ട് വറ്റൽമുളക് ഇല്ലാത്തതോടെ എടുത്തിട്ടില്ല ഉള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താണ്ട് പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണണേ. ആരും കുറേ ആൾ ലൈക്കൊന്നും ചെയ്യാതെ കാണുന്നുണ്ട്, മറക്കുന്നതാവും. നമ്മളതിന് വീഡിയോ കണ്ടങ്ങനെ പോകും, അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കും. അപ്പോൾ എല്ലാവരും ലൈക്കൊന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ വേറെ ചട്ടി ഇട്ടാൽ വെച്ചാണ് പിന്നെ തോന്നിക്കുന്നത്. പിന്നെ ഇതിലേക്ക് സോയാബീൻ പൊരി പൊരിക്കണുണ്ട് കേട്ടോ. സോയാബീൻ പൊരിയും പിന്നെ നമ്മളെ മുളക് പൊരിയൊക്കെ ഉണ്ടാക്കുന്നത്, അച്ചാറും ഉണ്ട്. അപ്പം ഇന്ന് ഉച്ചക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ സ്പെഷ്യൽ പറയണേ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനത്തെ കറി ഉണ്ടാക്കി നോക്കിയണോ എന്ന് പറയണേ. കേബേജ് കറി ഉണ്ടാക്കിയണോ എന്ന് പറയണേ. അപ്പം എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാമല്ലേ കേബേജ് കറി. തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളിയും പിന്നെ ചീറിയുള്ളൊക്കെ നമ്മൾ തേങ്ങയ്ക്ക് ഇടുന്നോണ്ട് ഇതിലേക്ക് ഇടണ്ട. അപ്പം അങ്ങനെ. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ വീട്ടിൽ കേബേജൊക്കെ കൊണ്ടുവരല്ലേ ഉപ്പേരി വെക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കി നോക്കിയാണ്ട് അഭിപ്രായം പറയണേ. അപ്പം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇനി നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. നാളെ വീട്ടു വിശേഷമായിട്ടോ വരുന്നത്, വീട്ടിലത്തെ. ഇപ്പോൾ ഇതാ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്കൊക്കെ നമ്മൾ പാകത്തിന് എരിവ് ഇട്ടിട്ടോ. നല്ല എരിവ് ഇടണമെങ്കിൽ ഇടാം. ഞാൻ പിന്നെ മക്കൾക്കൊക്കെ കൂട്ടാലോ. അവിടെ ജന്നായാലും ഇപ്പോൾ ഏത് തോന്നായാൽ പിന്നെ നമ്മൾ കറി ഇപ്പോൾ കൂട്ടൂല. അപ്പോൾ ജന്നുണ്ട്. അപ്പോൾ പിന്നെ ആവശ്യം 3 പച്ചമുളക് ഇട്ടു. പിന്നെ കുറച്ചൊരു മുളക് പൊടി ഇട്ടുട്ടോ. അപ്പോൾ നല്ല എരിവൊന്നുമില്ല, പാകത്തെ എരിവെന്നുള്ളൂ. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് അനുസരിച്ച് മുളകൊക്കെ ഇടാം കേട്ടോ. ഞാൻ 3 ഇട്ടണം. നിങ്ങൾക്ക് അതിൻ്റെ വേറെ ഇടണമെങ്കിലൊക്കെ ഇടാം കേട്ടോ. പിന്നെ നമ്മളിതാ ആ അടുപ്പത്ത് തന്നെ പിന്നെ മുളക് പൊരി ഉണ്ടാക്കിയിട്ടാണ് പീടിന് കൊണ്ടുവന്നത് കേട്ടോ മുളക്. അപ്പം കുറച്ച് ഉപ്പ് ഏറാണ്, എന്നാലും തിന്നാൻ ടേസ്റ്റാണ്. എരിവൊക്കെ ഉണ്ട് കേട്ടോ. നല്ല എരിവുള്ള മുളകാണ്. പിന്നെ ഞാൻ അപ്പം തന്നെ കറി ആയപ്പോൾ തന്നെ കുറച്ച് ചോറൊക്കെ തിന്നു കേട്ടോ. അപ്പം തന്നെ സോയാബീൻ പൊരി എടുത്തിട്ടില്ല. ചോറ് അപ്പം തന്നെ ഒന്ന് കറിയും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മുളക് പൊരിയും ചോറും അപ്പം തന്നെ തിന്നു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായി. എൻ്റെ അടുപ്പത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തുനിന്ന് പോയി നോക്കിയപ്പോൾ മക്കൾക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഇട്ട പണി. ഇതെന്താണ് ജന്ന?
കളറോ എന്താണ് കുറ്റിയാണ് കുട്ടിക്ക് ഓട്ടമില്ല ചെറിയ ഓട്ടമുള്ളൂ നമ്മൾ പൈസ ചില്ലറ ഇടുമല്ലോ നോട്ട് ഇടാൻ പറ്റും എന്നത്തെ ഉണ്ടാക്കണേ മാമു മാമുവാ കാലി മാമു കളർ മാമുവാ അല്ലുക്കാക്കൊത്ത ഉണ്ടാക്കണേ അല്ലുവത്ത ഉണ്ടാക്കണത് കമ്മി പറഞ്ഞ കളർ കഴിക്കണം അല്ലയോ കല്ലുമ പെയിന്റ് എടുക്കണം അല്ലൂന്ന് ഇതാണ് പണി കല്ല് എന്നായി